വിചാരശർമ്മന്റെ അച്ഛനല്ലേ? അതെ. ഞാൻ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. നിങ്ങളുടെ മകൻ വിചാരശർമ്മൻ പുഴയോരത്തെ ശിവലിംഗത്തിൽ പശുവിൻ പാലൊഴുക്കുന്നു. അഗ്രഹാരത്തിലെ പശുക്കളെയല്ലേ വിചാരശർമ്മൻ മേയ്ക്കുന്നത്? അതെ. വിചാരശർമ്മനെ വിശ്വസിച്ചാണല്ലോ പശുക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് അഗ്രഹാരക്കാരറിയാതെ വിഗ്രഹത്തിൽ പാലൊഴുക്കി നശിപ്പിക്കുന്നത് വിശ്വാസവഞ്ചനയല്ലേ? നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ ഈ അനീതി നടക്കുന്നത്? ഞാൻ അറിഞ്ഞിട്ടില്ല സുഹൃത്തെ. അവൻ ചെറുപ്പമല്ലേ, പക്വതയില്ലാത്ത അവന്റെ വികൃതി എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അവനെ ഉപദേശിച്ചു വിലക്കിക്കൊള്ളാം. വിലക്കിയാ നന്ന്. ഭഗവാനെ, കൈലാസനാഥ, വേണ്ടത്ര പാൽ ലഭ്യമാകുന്നിടത്തോളം കാലം അടിയൻ അങ്ങയുടെ പാലഭിഷേകം മുടക്കില്ല. അടിയന്റെ ഉള്ളിൽ തിരയടിക്കുന്ന അങ്ങയോടുള്ള അഗാധമായ ഭക്തി ഈ ക്ഷീരത്തിൽ ആവാഹിച്ച് അടിയൻ അഭിഷേകം ചെയ്തുകൊള്ളുന്നു. ഓം നമഃ ശിവായ. 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 എന്ത് മഹാപാപം നിങ്ങൾ ഈ ചെയ്തേ? ഭഗവാന് പാനം ചെയ്യേണ്ട പാല് തട്ടിത്തെറിപ്പിച്ച നിങ്ങൾ പാപിയാണ്, കൊടും പാപിയാണ്. കടുത്ത ദൈവനിന്ദയുള്ള അസുര ജന്മമാണ്. എന്തിനാണ് ഈ ക്രൂരത കാണിച്ചത്? അന്യരുടെ പശുവിനെയല്ലേ നീ മേയ്ക്കുന്നത്? അപ്പൊ പാല് അതിന്റെ ഉടമസ്ഥർക്ക് അവകാശപ്പെട്ടതല്ലേ? അന്യന്റെ മുതല് പാഴാക്കുന്ന നീയാണ് കൊടുംപാപി. നീയാണ് വിശ്വാസവഞ്ചകൻ. നീ നിർമ്മിച്ചെടുത്ത ഈ മൺകോലത്തിൽ പാല് വർഷിച്ചാൽ ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. ഇത് വെറും മൺകോലമാണ്. എന്ത്? ഭഗവാന്റെ വിഗ്രഹത്തെ വെറും മൺകോലം എന്ന് ആക്ഷേപിക്കുന്നോ? ദ്രോഹി! നിങ്ങളെ ഞാൻ
കൈലാസനാഥ, അടിയന്റെ മകൻ അടിയന്റെ കാല് ഛേദിച്ചിരിക്കുന്നു. അസഹ്യമായ വേദന. രക്ഷിക്കണം ഭഗവാനെ, രക്ഷിക്കണം. നമ്മുടെ അഭിഷേകം മുടങ്ങിയപ്പോൾ സ്വന്തം പിതാവിൻ്റെ ചരണങ്ങൾ ഭേദിക്കുവാൻ വരെ തയ്യാറായ നിന്റെ ഉജ്ജ്വല ഭക്തിയിൽ നാം സംപ്രീതനാണ്. കോപമടങ്ങുമ്പോൾ പിതാവിൻ്റെ ചരണങ്ങൾ മുറിച്ചു മാറ്റിയ കുറ്റബോധം നിന്നെ വല്ലാതെ തളർത്തുമെന്ന് ഞാൻ അറിയുന്നു. ആ തളർച്ച നിനക്ക് നമ്മോടുള്ള ഭക്തിയെയും തളർത്തുമെന്ന് നാം മനസ്സിലാക്കുന്നു. അത് സംഭവിക്കാൻ പാടില്ല. നിന്റെ പിതാവിന്റെ ചരണങ്ങളെ നാം പൂർവസ്ഥിതിയിലാക്കുന്നു. നന്ദിയുണ്ട് ഭഗവാനെ, നന്ദിയുണ്ട്. വേദജ്ഞാനിയായ അടിയനിൽ എന്നോ എപ്പോഴോ അജ്ഞാനവും അന്ധകാരവും ബാധിച്ചുപോയി. അതെന്നെ അവിവേകം ചെയ്യാൻ പ്രേരിപ്പിച്ചു. മാപ്പ് തരണം പരമേശ്വര, മാപ്പ്. അങ്ങയുടെ പാലഭിഷേകത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ അടിയനോട് പൊറുക്കണം ഗംഗാധര. മകനെ, നിന്റെ അപരാധവും നാം ക്ഷമിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലം വേദജ്ഞനായി സൽപ്രവൃത്തികൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ മംഗളം ഭവിക്കട്ടെ. അങ്ങനെ ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള പാല് തട്ടിത്തെറിപ്പിച്ച സ്വന്തം പിതാവിന്റെ കാല് തന്നെ ഛേദിക്കാൻ മനസ്സുണ്ടായി ശിവഭക്തനായ വിചാരശർമ്മന്. ഭഗവാന്റെ പാലഭിഷേകം മുടങ്ങിയപ്പോ മുന്നിൽ നിൽക്കുന്നത് തനിക്ക് ജന്മം നൽകിയ പിതാവാണെന്നോ ഗുരുവാണെന്നോ ഒന്നും ഓർത്തില്ല വിചാരശർമ്മൻ. സ്വന്തം പിതാവിനെ വിചാരശർമ്മൻ പാലഭിഷേകം മുടക്കിയ നീചനായി കണ്ടു. അത് പാലഭിഷേകത്തിന്റെ ശക്തിയാണ്. പാലഭിഷേകത്തിലൂടെ നേടിയെടുത്ത കരുത്താണ് വിചാരശർമ്മനെ ബാധിച്ചത്. ഇപ്പൊ മീനാക്ഷിക്ക് മനസ്സിലായോ പാലഭിഷേകത്തിന്റെ മഹത്വം? മനസ്സിലായി. എന്തായാലും തക്ക സമയത്ത് പ്രത്യക്ഷപ്പെട്ട് യച്ഛേദത്തിന്റെ കാലുകളെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലേ പരമേശ്വരൻ? ആശ്വാസമായി. പാലഭിഷേകത്തിന്റെ മഹത്വം ഭഗവാൻ യച്ഛൈദത്തിനെയും ബോധ്യപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് ശിവഭക്തനായ സിദ്ധൻ എത്ര പശുവിൻ പാൽ ആവശ്യപ്പെട്ടാലും മീനാക്ഷി അത് നിറഞ്ഞ മനസ്സോടെ നൽകിയിരിക്കണം. കോടി പുണ്യമാണ് മീനാക്ഷിക്ക് അതിലൂടെ കൈവരാൻ പോകുന്നത്. ശരി കുങ്കിലിയാരെ, വിചാരശർമ്മന്റെ കഥ എനിക്കൊരു പിൻബലമായി. അയ്യോ, കഥ കേട്ടിരുന്ന നേരെ ഒരുപാടായി. ഞാൻ ചെല്ലട്ടെ. ശരി, ഞാനും നടക്കട്ടെ. അല്ല, ഇതുവരെ പാല് കറന്നുകൊണ്ട് വന്നില്ലേ? എവളിതെവിടെ പോയി? ദാനധർമ്മക്കാരി ഇങ്ങ് എത്തിയോ? എന്താ ഇത്ര വൈകിയത്? സിദ്ധന്മാർക്ക് ആർക്കെങ്കിലും പാല് സമ്മാനിച്ചോ? ഇല്ലമ്മേ. ആ, ഇതാ അളന്നു നോക്കട്ടെ. ഒരു തുള്ളി പാല് കുറഞ്ഞ ഇന്ന് നിനക്ക് ജലപാനം പോലും ഉണ്ടാകില്ല.
പോയല്ലോ. എന്താ വഴുതി വീഴാൻ വേണ്ടി നീ പാത്രത്തിന് പുറത്ത് നെയ്യോ എണ്ണയോ പുരട്ടിയിരുന്നോ? അയ്യോ ഇല്ലമ്മേ. പിന്നെ എങ്ങനെ പാത്രം താഴെ പോയത്? മോശം. വിലപ്പെട്ട പാലും നഷ്ടമായി. അളവിൽ കുറവുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ആയില്ല. നോക്കി നിൽക്കുന്നു. പാത്രം എടുത്ത് കഴുകി വെക്കടി. മീനാക്ഷി, നിന്റെ മുഖത്ത് ഒരു വിജയിച്ചിരി ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഏതോ ജാലവിദ്യ കൊണ്ടാ പാല് നിലത്ത് തൂവിപ്പോയത്. 5 ദിവസത്തേക്ക് നീ പ്രാതൽ കഴിക്കാൻ പാടില്ല. പാലിന്റെ നഷ്ടം പ്രാതലിൽ തീരട്ടെ. അമ്മേ, മീനാക്ഷി എന്ന് കൊണ്ടുവന്ന പാല് അളന്നു നോക്കിയോ? കുറവ് വല്ലതും കണ്ടുപിടിച്ചോ? എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്? മകളെ, അമ്മയ്ക്കൊരു അബദ്ധം പറ്റി. അളന്നു നോക്കാനായി പാൽ വാങ്ങിയപ്പോ കൈവഴിഞ്ഞ് പാത്രം നിലത്ത് വീണു. മണ്ണ് കുടിച്ച പാല് പിന്നെ അളന്നു നോക്കാൻ പറ്റുമോ? നിർത്തണോ അമ്മേ? ഇനി തൊഴുത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പാലിൽ കുറവ് കണ്ടാൽ അവളെ തല്ലിക്കൊല്ലുമെന്നായിരുന്നു ജ്യേഷ്ഠന്റെ ഭീഷണി. തീർച്ചയായും ഇന്നത്തെ ദിവസവും അവൾ സിദ്ധന് പാല് കൊടുത്തിട്ടുണ്ടാവും. ആ കുറവ് ജ്യേഷ്ഠനെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ തല്ലിക്കൊല്ലില്ല. ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലെങ്കിലും ആക്കിയനെ ആ നശിച്ചവളെ. ആ വിലപ്പെട്ട അവസരമല്ലേ അമ്മ പാഴാക്കിയത്. ചോദിക്കാതെ മകളെ, കൈ തെന്നിപ്പോയത് എന്റെ കുറ്റം കൊണ്ടാണോ? ഇതിനേക്കാൾ പറ്റിയ അവസരം നമുക്ക് കിട്ടും മോളെ. എന്റെ മോള് സമാധാനിക്കേ. ഭക്തവത്സല, പരമപ്രഭു, മഹേശ്വര, പാല് തട്ടിത്തെറിപ്പിച്ച് അങ്ങ് എന്നെ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. സർവവും അങ്ങയിൽ അർപ്പിച്ചു കഴിയുന്ന മഹാസിദ്ധന് ദാഹമടക്കം പാല് നൽകുന്നത് നീതിയാണ്, ധർമ്മമാണെന്ന് അങ്ങ് എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. സിദ്ധന് പാല് നൽകുന്നത് ഞാൻ മുടക്കില്ല ദേവ, മുടക്കില്ല. ശംഭു മഹാദേവ. എന്താ? നാളെയാണ് തറവാട്ടിൽ പൂജ നടക്കാൻ പോകുന്നത്. അങ്ങ് വരില്ലെന്നറിയാം. എന്നെ പോകാൻ അനുവദിക്കണം. ഇതെന്തൊരു ഉപദ്രവ! നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞതല്ലേ? പോകരുത് വിലക്കിയാലും നീ പോകും. അത്രയ്ക്ക് ധിക്കാരിയും തന്നിഷ്ടക്കാരിയാണ് നീ. എത്രയും പെട്ടെന്ന് നീ പൊക്കോ. അത്രയും കണ്ണീര് ഭവനത്തിൽ വീഴുന്ന ഒഴിവാക്കാമല്ലോ. ആ പിന്നെ വരലക്ഷ്മി പൂജ ഐശ്വര്യം വാരിക്കോരി തരുമല്ലോ. മടങ്ങി വരുമ്പോ ഒരു കുമ്പിൾ ഐശ്വര്യം കൂടെ കൊണ്ടുവരാൻ മറക്കണ്ട. പച്ചേമാലിന്റെ ഭവനം കൂടെ ഒന്ന് പച്ച പിടിച്ചോട്ടെ. ഭർത്താവിന്റെ പൂർണ്ണമായ മനസ്സില്ലാതെ ഞാൻ പൂജയ്ക്ക് പോണോ? വേണ്ട, ഞാൻ പൂജയ്ക്ക് പോകുന്നില്ല. പോകാതിരുന്നാൽ എങ്ങനെയാ? എന്റെ കൈകൊണ്ടല്ലേ പൂജ ചെയ്യേണ്ടത്? അച്ഛൻ വഴിക്കണ്ണുമായി കാത്തിരിക്കുമല്ലോ. പോകണം, പോയേ മതിയാവൂ. എന്റെ ഭർത്താവിനെ മഹേശ്വരൻ തന്നെ തിരുത്തട്ടെ.
മീനാക്ഷി ഇതുവരെ കണ്ടില്ലല്ലോ ശങ്കരദാസേ. വരലക്ഷ്മി പൂജയ്ക്ക് നിത്യവും അങ്ങയുടെ മകളല്ലേ പൂജയും പുടവദാനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്? അതെ, അവൾ തറവാട്ടിലുള്ളപ്പോ വരലക്ഷ്മി പൂജയുടെ തലേ ദിവസം അവൾക്ക് ശിവരാത്രി ആയിരിക്കും. ഒരുപോലെ കണ്ണടക്കില്ല. അത് രാവിലെ കുളി കഴിഞ്ഞ് വന്ന് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും കർമ്മങ്ങളും തുടങ്ങും. അങ്ങനെയുള്ള മീനാക്ഷി നേരം ഇത്ര പുലർന്നിട്ടും വരാത്തതെന്തേ? വരലക്ഷ്മി പൂജയ്ക്ക് സമയമാകുമ്പോഴേക്ക് മീനാക്ഷി എത്തിക്കോളും. തിരുമേനി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായിക്കോളും. ആയിക്കോട്ടെ. വരണം. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാകുന്നതേ ഉള്ളൂ. മീനാക്ഷി ഉടനെ എത്തും. വരും, അകത്തേക്കിരിക്കാം. അണിഞ്ഞൊരുങ്ങി തിരക്കിട്ട് എങ്ങോട്ടാ? ഇന്നെന്റെ തറവാട്ടിൽ പൂജയുണ്ട്. ഞാൻ തറവാട്ടിലേക്കാ. ഓ, തറവാട്ടിലേക്ക് പോവാൻ നിന്റെ ഭർത്താവിന്റെ അനുവാദം ഉണ്ടോ? ഉണ്ട്. അദ്ദേഹം എന്നോട് പൊക്കോളം പറഞ്ഞു. ചേട്ടൻ നിനക്ക് അനുവാദം തന്നത് പൂർണ്ണ മനസ്സോടെയാണോ? ചോദിച്ചത് കേട്ടില്ലേ? ഭർത്താവ് നിനക്ക് അനുവാദം തന്നത് പൂർണ്ണ മനസ്സോടെയാണോ എന്ന്. മനസ്സിന്റെ അളവ് അളന്ന് നോക്കാൻ പറ്റൂ? തർക്കുത്തരം പറയുന്നോടി നിഷേധി. നിന്നെ ഞാൻ പോവാൻ ഭർത്താവിന്റെ പൂർണ്ണമായ അനുവാദമില്ലെങ്കിൽ പതിവ്രതയായി ഒരു ഭാര്യയും പുറത്തിറങ്ങില്ല. പാതിവൃത്യമില്ലാത്ത നീ എത്ര മഹത്തായ പൂജ നടത്തിയാലും ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ കാല് പിടിക്കാം. ദയവായി എന്റെ പൂജ മുടക്കരുത്. അയ്യോ, കാലൊന്നും പിടിക്കണ്ട. നിന്റെ പൂജയൊന്നും ഇവിടെ ആരും മുടക്കാനും പോകുന്നില്ല. പക്ഷേ അമ്മേ, മുഴുവനും അലക്കി വൃത്തിയാക്കിയിട്ട് മതി നീ പൂജയ്ക്ക് പോണത്. അയ്യോ, അരുത്. ഇത്രയും തുണികൾ അലക്കുമ്പോഴേക്കും പൂജ സമയം കഴിഞ്ഞിരിക്കും. കഴിയട്ടെ. ഈ പൂജ നടന്നില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് അറിയണ്ടേ? ശിവകാമി, ശബ്ദിച്ചു പോവരുത്. ഈ തറവാട്ടിലെ ചെയ്താലും തീരാത്ത പണികൾ ചെയ്യാൻ ഞങ്ങൾക്കൊരു ദാസിയെ വേണമായിരുന്നു. പച്ചൈമാലിന്റെ ഭാര്യയുടെ രൂപത്തിൽ അവതരിച്ച വെറും ദാസിയാണ് നീ. ദാസിയുടെ ജോലി പൂജയല്ല, പുച്ഛമടക്കി നിന്നുള്ള ദാസ്യവൃത്തിയാണ്. പണി തുടങ്ങിക്കോ മീനാക്ഷി.